IPL-ൽ ചെന്നൈക്കെതിരെ ബംഗളൂരുവിന് തകർപ്പൻ ജയം. 50 റൺസിനാണ് ബംഗളൂരു ചെന്നൈയെ തോൽപ്പിച്ചത്. രജത് പാട്ടിദാറിന് അർദ്ധ സെഞ്ചുറി. മനീഷ് ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. മനീഷ്, ഇന്ന് രണ്ട് സൂപ്പർ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതിൽ ബംഗളൂരു ജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ബംഗളൂരുവിന്റെ നേട്ടം? സ്വാതി, ബംഗളൂരു സംബന്ധിച്ചിടത്തോളം ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തു എന്ന് തന്നെ പറയാം. കാരണം 50 റൺസിന്റെ ആധികാരിക വിജയമാണ് ബംഗളൂരു സ്വന്തമാക്കിയത്. നേരത്തെ ടോസ് ലഭിച്ച ചെന്നൈ ബംഗളൂരുവിനെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ 196 റൺസാണ് ബാംഗ്ലൂരു നേടിയത്. ക്യാപ്റ്റൻ രജത് പട്ടിദാറിന്റെ 51 റൺസാണ് നിർണായകമായത്. മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ഫിലിപ്പ് സോൾട്ട് 16 പന്തുകളിൽ 32 റൺസും, അതുപോലെ തന്നെ അവസാന ഓവറുകളിൽ ടിം ഡേവിഡ് 8 പന്തുകളിൽ 22 റൺസ് നേടിയതാണ് 196 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറിലേക്ക്, പ്രത്യേകിച്ച് ചെപ്പോക്ക് പോലെ സ്റ്റേഡിയത്തിൽ കൂറ്റൻ സ്കോറിലേക്ക് ഈ RCB നയിക്കുന്നത്. പക്ഷേ മറുപടി ബാറ്റിംഗിൽ ചെന്നൈക്ക് തുടക്കം മുതലേ പാളി. ആദ്യം തന്നെ ത്രിപാഠിയും അതുപോലെ തന്നെ 0 റൺസിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെക്വാദും പുറത്തായതോടെ ചെന്നൈ പരുങ്ങലിലായി. പിന്നെ കൃത്യമായ ഇടപെടലുകളെല്ലാം തന്നെ RCB ബോളർമാർ വിക്കറ്റ് വീഴ്ചയോടെ ചെന്നൈയുടെ നില പരുങ്ങലിലാവുകയായിരുന്നു. ഓപ്പണറായി ഇറങ്ങിയ രച്ചിൻ രവീന്ദ്ര മാത്രമാണ് 31 പന്തുകളിൽ 40 റൺസുമായി ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്തിയത്. അവസാന ഓവറുകളിൽ സൂപ്പർ താരം മഹേന്ദ്ര സിംഗ് ധോണി 16 പന്തുകളിൽ 30 റൺസ് നേടി പൊരുതി നോക്കിയെങ്കിലും വിജയം അകലെയായിരുന്നു. എന്തായാലും കഴിഞ്ഞ സീസണിൽ ചെന്നൈ RCBയോട് പരാജയപ്പെട്ടാണ് ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത്. അതിനൊരു മധുര പ്രതികാരമായിരുന്നു ചെന്നൈ ചെപ്പോക്കിൽ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ വീണ്ടും ചെപ്പോക്കിൽ വെച്ചും ചെന്നൈയെ തകർത്തുകൊണ്ടാണ് RCB തങ്ങളുടെ ടൂർണമെന്റിലെ 2ാം വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. സ്വാതി. ശരി മനീഷ്, IPL-ൽ ചെന്നൈക്കെതിരെ ബംഗളൂരുവിന് തകർപ്പൻ ജയം. 50 റൺസിനാണ് ബംഗളൂരു ചെന്നൈയെ തോൽപ്പിച്ചത്.